എൻ്റെ പൊന്നു ചങ്കുകളെ എന്നോ കണ്ടിരുന്ന വിശേഷങ്ങളൊക്കെ നമുക്കിത് നേരെ ദുബായ് മാളിലോട്ട് വിട്ടാലോ. നമ്മളിപ്പോൾ നിൽക്കുന്നതാണെങ്കിൽ ദാനൂബിലെ മെട്രോ സ്റ്റേഷനിലാണ്. നമുക്ക് പോകേണ്ടത് ബുർജ് ഖലീഫ മെട്രോ സ്റ്റേഷനിലോട്ടാണ്. അങ്ങനെ നമുക്ക് പോകേണ്ട ട്രെയിൻ എത്തി. ഇപ്പോൾ ഡോർ ഓപ്പൺ ആവും. അപ്പം എല്ലാവരും ചാടി ഉള്ളിൽ കയറി. മെട്രോയിൽ പോകുമ്പോൾ ദുബായുടെ കാഴ്ചകളൊന്നും കാണണം. അമ്മാതിരി ഡെവലപ്മെൻ്റ് ആണ്, ഒന്നും പറയാനില്ല. അതാ നോക്കി. അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 ആൾ അവിടെ ഇറങ്ങി. ഇനി അവിടുന്ന് ഒരുപാട് നടക്കാനുണ്ട് ഉള്ളിലോട്ട്. മരുഭൂമിയിൽ മാണിക്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടിട്ടാ. അതാണ് അവരോട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു ദിവസം മുഴുവൻ എടുത്താലും കണ്ടു തീരില്ല. അങ്ങനെ ഫൈനലി നമ്മൾ നടന്ന് അവസാനം ആ എൻട്രൻസിൽ എത്തിച്ചേർന്നു കേട്ടോ, ദുബായ് മാൾ. അങ്ങനെ എൻട്രൻസും കടന്ന് നമ്മൾ ഉള്ളിൽ കയറി ചെന്നപ്പോൾ കാണുന്നത് കണ്ണിന് കുളിർമയേക്കുന്ന ഒരുപാട് നല്ല കാഴ്ചകളാണ്. ഇതൊരു സെൻട്രൽ പോർഷനായിട്ട് വരും കേട്ടോ. ടോട്ടല് 3 ഫ്ലോർ ആണുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം അതിൻ്റെ ഒരു 3rd ഫ്ലോറിലായിട്ടാണ്. അവിടുന്ന് നടന്ന് കുറച്ചുകൂടി മുന്നോട്ട് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ബോർഡിനെ എടുത്ത് ആ ഒരു എയറിൽ കയറ്റി വെച്ചിരിക്കുന്നത്. കാര്യം എന്താണെന്ന് തിരക്കിപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ദുബായ് അക്വേറിയമാണ് കേട്ടോ അത്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. വീട്ടിലെ കരച്ചട്ടിയിൽ എത്തുന്ന മീൻ മുതൽ നമ്മളെടുത്ത് വിഴുങ്ങണ മീൻ വരെ ഉണ്ട് അതിനകത്ത്. ഇനി അക്വേറിയത്തിൻ്റെ ടോട്ടൽ ഒരു സൈസ് കാണിച്ചു തരാം കേട്ടോ. ഊഫ് അമ്പോ. മീനുകളെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് 5-6 കൊമ്പളയും വിട്ട് ഒരു ചേട്ടൻ അത് കൂടെ നീന്തി കളിക്കണേ. കാര്യം എന്താണെന്ന് ഇപ്പോൾ വേറൊന്നും അല്ല, മീനുകൾക്കാണെങ്കിലേ ഫുഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി മൂപ്പരുള്ളിൽ ഇറങ്ങിയതാട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് അമരത്തിൽ അശോകം പിടിക്കാൻ പോയി നമ്മുടെ കൊമ്പൻ്റെ വരവ്. ഒരു കൊമ്പനല്ലായിരുന്നു ഗൈസ്, 2 കൊമ്പൻ ഉണ്ടായിരുന്നു. അങ്ങനെ മീനുകളെല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങി കുറച്ചുകൂടി മുന്നോട്ട് കിടന്നപ്പോൾ നമ്മുടെ അണ്ണന്മാർ കമ്പിയിൽ പിടിച്ച ഒരാളെ തൂക്കിയിട്ടിട്ടുണ്ട്. ആരാന്ന് നോക്കിയപ്പോൾ വേറെ ആരുമില്ല, നമ്മുടെ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടു പറഞ്ഞ ആള്, നമ്മുടെ ഡിനോസർ. സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ എൻ്റെ യഥാർത്ഥ ഒരു ഫോസിലും കൂടി അവർ ഉള്ളിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഡിസ്പ്ലേക്ക്. എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിച്ചാലോ എന്നുള്ള ചിന്തയായതുകൊണ്ട് ഞങ്ങൾ KFCയുടെ ഫുഡ് കോർട്ടും തപ്പി ഇറങ്ങി. എൻ്റെ ചങ്കുകളെ അവിടെ എത്തിയപ്പോഴാണെങ്കിൽ എല്ലാ രാജ്യത്തിൻ്റെയും പല ടൈപ്പ് വെറൈറ്റി ഫുഡ് കോർട്ടുകളുണ്ട്. അങ്ങനെ ഒടുവിൽ നമ്മൾ KFCയുടെ ഫുഡ് കോർട്ട് കണ്ടുപിടിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 12 പീസ് അടങ്ങുന്ന ഒരു ബക്കറ്റാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫൈനലി നമുക്ക് കഴിക്കേണ്ട നമ്മുടെ ഫുഡ് എത്തിയിട്ടാ. അത്യാവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. ദുബായ് മാളിലെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് കഴിയണില്ല. ഇനി സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കാണാം കേട്ടോ.